أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. സൂറത്തു യൂസുഫിലെ 11-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. ഖുർആൻ പാരായണത്തിലെ ഇഷ്മാമ് എന്ന് പറയും. ഇവിടെ ലാത്ത് മനുന അല്ലേ, ആ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അത് പിന്നെ മനുന എന്ന് പറയുന്നത് പോലെ പക്ഷെ പറയാൻ പാടില്ല. ഇഷ്മാമ എന്ന് പറഞ്ഞാൽ ലാത്ത് പറയാൻ വന്നിട്ട് പറയാതിരിക്കുക. മനുന എന്ന് പക്ഷെ പറയാതെ ലാത്ത് പറയാതെ പറഞ്ഞ നമ്മൾ പറയല്ലോ, അവിടെ എന്ത് ചെയ്യണം, സംഗതി പറയാൻ പാടില്ല. പക്ഷെ പറയുന്നത് പോലെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ആ നൂനിലേക്ക് പ്രവേശിക്കുക. യൂസുഫ് ആ രൂപത്തിലാണ് ഇഷ്മാം. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിന്നെ ഇമാലത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ആകെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ചിരിച്ച രൂപത്തിൽ അല്ലേ, മജിരേഹ വ മുർസാഹ. മജിരേ എന്നുള്ളത് സാധാരണ മജിറ എന്ന് പറയുന്നതിന് പകരം രേ ആ ഏകാരം കൊണ്ട് ഉച്ചരിക്കേണ്ട ഒരേ ഒരു ഭാഗം. അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇഷ്മാമിൻ്റെ സ്ഥലം. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ലൊമ്മൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ലൊമ്മ പറയുമ്പോൾ ചുണ്ട് ഇങ്ങനെ ഒരു കൂർത്ത രൂപത്തിൽ പറയില്ല, ബൂ അല്ലെ, മൂ എന്ന് പറയുമ്പോൾ ചുണ്ട് ഇങ്ങനെ കൂർത്ത് വരും. പക്ഷെ ആ ഒരു രൂപത്തിലേക്ക് വന്നിട്ട് ന എന്ന് പറയാം. അതാണ് എന്ത് ഇഷ്മാവ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. لا تأمن على يوسف وإنا له لناصحون أرسله معنا غدا. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്തയിൽ നിർത്തേണ്ടത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അർസിൽഹു മഅനാ ഗദൻ യർതഅ വയൽഅബ് وإنا له لحافظون أرسله معنا غدا يرتع. തൻവീനിൻ്റെ ശേഷം യാ വന്നു. നൗമി നൂന് വാവ് മീമ് യ എന്നീ അക്ഷരത്തിൽപ്പെട്ടതാണെങ്കിൽ വന്നതെങ്കിൽ ഇദ്ഗാം ബിഗുന്നയാണ്. അവിടെ നൂനിനെ യായിലേക്ക് കൊടുത്ത غدا يرتع ويلعب وإنا له لحافظون. 13-ാമത്തെ ആയത്ത്. قال إني ليحزنني أن تذهبوا به. ബിഹി എന്നുള്ളത് ഈ ഹ കൊണ്ട് അവസാനിക്കുന്നൊക്കെ നീളം നിർത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ബിഹി എന്നല്ല ബിഹ് എന്നല്ല ബിഹ്. وأخاف أن يأكله الذئب وأنتم عنه غافلون. وأخاف أن يأكله الذئب وأنتم عنه غافلون. قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. 14
قالوا لئن أكله الذئب قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. إذن لا എന്ന് പറയുന്നത് إذا لخاسرون. തൻവീന്റെ ശേഷം ലാമോ റ വന്നാൽ നേരെ കൂട്ടി വെച്ചിരിക്കും. ഇദൻ ല എന്ന് പറയുന്നത് ഇദല്ല. قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. فلما ذهبوا به وأجمعوا أن يجعلوه. അവിടെ നിർത്തുകയാണെങ്കിൽ മതി. നിർത്തുന്നില്ല എങ്കിൽ ഒന്നുകൂടി നീട്ടണം. وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم وهذا وهم لا يشعرون. فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. അവിടെ മദ്ദുണ്ട്. എന്നുള്ളിടത്തും അവിടെയും മദ്ദുണ്ട്. രണ്ടും മദ്ദും ശ്രദ്ധിക്കണം. ഒന്ന് മദ്ദ് മുത്തസിലാണ്, ഒന്ന് മുൻഫസിലാണ്. രണ്ടായാലും നീട്ടുക. അബാഹും തൻവീൻ ഫത്ത് ആണ്. തൻവീൻ ഫത്തിനെ നിർത്തേണ്ടത് അവിടെ ഒരു നീട്ടിയിട്ടാണ്. അവിടെ അലിഫ് ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും അലിഫോട് കൂടെ നിർത്തുക. ഇഷ എന്നുള്ളിടത്തല്ല പറഞ്ഞ് ഹംസ നീട്ടുന്ന വിഷയം പറഞ്ഞു. ഇഷ എന്നുള്ളിടത്ത് നീട്ടാനുള്ള കാരണം അതിൻ്റെ മുകളിൽ മദ്ദുണ്ട് അല്ലേ. ഇഷ അവിടെ നിർത്തിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവിടെ നിർത്തേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത് സ്റ്റോപ്പ് ആകാണ്. أباهم عشاء يبكون തൻവീന്റെ ശേഷം യാ വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അബാഹും മീമിന് സുക്കൂന്റെ ചിഹ്നമുണ്ടെങ്കിൽ അത് വെളിവാക്കാനുള്ള സ്ഥലമാണ്. മീമിന്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകണം. സുക്കൂനുള്ള മീമിന്റെ ശേഷം ഇദ്ഗാറിന്റെ അക്ഷരം 26 അക്ഷരവും ഇദ്ഗാറിന്റെ അക്ഷരമാണ്. അപ്പോൾ ഇദ്ഗാറിന്റെ അക്ഷരമാണ് വന്നതെങ്കിൽ ഈ മീം വ്യക്തമായിട്ട് മീം സുക്കൂനോട് കൂടെ പറയേണ്ടതാണ്. മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കുക. മീമിന്റെ ശേഷം മീം തന്നെ സുക്കൂനുള്ള മീമിന്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കുക. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം തന്നെ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുകയും ചെയ്യാം. ബാക്കി മീമിന്റെ ശേഷം ഏത് അക്ഷരം വന്നാലും ബാക്കി 26 അക്ഷരമാണുള്ളത്. 28 അക്ഷരമാണ് അറബിയിലുള്ളത്. 2 അക്ഷരം മീമും ബാവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അക്ഷരം ഏത് അക്ഷരം വന്നാലും മീം വ്യക്തമാക്കാനുള്ള, അതിനർത്ഥം മീമിന് സുക്കൂന്റെ ചിഹ്നമുണ്ടെങ്കിൽ വ്യക്തമാക്കി പറയാം. അബാഹും ഇശാഅൻ യബ്കൂൻ. 17-ാമത്തെ ആയത്ത്. قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين.
قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين. ഇവിടെ ബിമുഅ്മിനില്ലന തൻവീനിന്റെ ശേഷം ലാമോ റ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ ശബ്ദമുള്ള നൂന് മണിക്കുക. 18 വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ് قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. وجاءت سيارة فأرسلوا واردهم സുക്കുള്ള മീമുണ്ട് അല്ലേ, ചിഹ്നമുണ്ട്, ശേഷമുള്ള ഫ ആണ്. ബാവും മീമും അല്ല, ഇൽഹാർ ചെയ്യണം. അവിടെ നിർത്തിയത് കൊണ്ട് ഏതായാലും ഇൽഹാർ ചെയ്തു, നിർത്തിയിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അവിടെ നിർത്തി, ഹു എന്നുള്ളത് നിർത്തി അല്ലേ, ഹാവിനെ സുക്കൂൻ ചെയ്തുകൊണ്ടാണ് നിർത്തേണ്ടത്. ദൽവഹ് എന്നല്ല, ദൽവഹ്. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ആ ഹാ നീട്ടാൻ വരും അല്ലേ. ദൽവഹു സാധാരണ ചെറിയ നീട്ടല്. ദൽവഹു ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം. ഇവിടെ നീട്ടാൻ വരാനുള്ള കാരണം എന്താ? ആ ചിഹ്നം അവിടെ വരാനുള്ള കാരണം ഹാഇന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം തൊട്ട് ശേഷമുള്ള അക്ഷരം രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടൂല എന്നാണ്. അവിടെ രണ്ട് സ്ഥലത്തും സുക്കൂൻ ഇല്ലാത്തത് കൊണ്ടാണ് നീട്ടിയത്. ഹു എന്നുള്ളതിന് മുമ്പ് വാ എന്നുള്ളതാണ്, ശേഷമുള്ള ഖ എന്നുള്ളത്. രണ്ട് സ്ഥലത്തും സുക്കൂൻ, രണ്ടാലൊരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടൂല. ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം വഅസറൂഹു ബിളാഅ. അവിടെ കണ്ടില്ലേ, ഹു അവിടെ നീട്ടിയില്ല. എന്താ കാരണം? തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ്, തൊട്ടു ശേഷമുള്ള അക്ഷരം ബ ആണ്. ബായിന് കസറാണ്, സുക്കൂനില്ല. തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ്, വാവിന് ഫത്ത് കസറൊന്നുമില്ല, നീട്ടാനുള്ള അതാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് പിന്നെ എന്തില്ല, അവിടെ ഫത്ത് കസറൊന്നുമില്ല. ഫത്ത് കസറൊന്നുമില്ലെങ്കിൽ പിന്നെ സുക്കൂനാണ്. അപ്പോൾ സുക്കൂൻ ആയതുകൊണ്ടാണ് ആ ഹൂ നീട്ടാതിരുന്നത്. നേരെ മറിച്ച് ആ വാവ് ഇല്ല എങ്കിൽ അവിടെ നീട്ടുമായിരുന്നു. വഅസറൂഹു എന്ന് പറയും, വഅസറൂഹു ബിളാഅ പറഞ്ഞു എന്ന് മാത്രം. വല്ലാഹു അലീമും ബിമാ യഅമലൂൻ. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. 20 وشروه بثمن بخس دراهم وشروه بثمن بخس دراهم معدودة. ഹാത്താ നിർത്തിയപ്പോൾ സുക്കൂനുള്ള ഹായിട്ട് മാറി. وكانوا فيه من الزاهدين. وشروه അവിടെ നീട്ടിയില്ല. കാരണം എന്താണ്? തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ്, വാവിന് സുക്കൂനുണ്ട്. وشروه بثمن بخس നിൻ എന്ന തെൻവീൻ, ബിസമനിൻ തെൻവീൻ്റെ ശേഷം ബ വന്നു. തെൻവീൻ്റെ ശേഷം ബ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ തെൻവീനെ മീമാക്കി കൊടുക്കണം. ബിസമനിൻ ബഖ്സിൻ ദറാഹിം
بثمن وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. ഇൻഷാ അല്ലാഹ് 20 ആയത്താണ് ഓതിയത്. പിന്നെ 10 ആയത്ത് ഓതിയിട്ടുള്ളൂ. കുറഞ്ഞ ക്ലാസ്സുകൾ ഇന്ന് 2 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല. ക്ലാസ് എടുക്കാനുള്ള ചെറിയ അസൗകര്യം ഉണ്ടായതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ക്ലാസ് എടുക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ തടസ്സങ്ങളൊക്കെ നീക്കി നല്ല റാഹത്തായിട്ട് ക്ലാസ്സുകൾ എടുക്കാനും ക്ലാസ് കേൾക്കാനും ഓതാനും പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പറയുന്നുണ്ട് ക്ലാസ് പല കാരണങ്ങൾക്കാലും അവർക്കും മിസ്സാകുന്നു. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ അല്ലാഹു തആല എല്ലാം നീക്കി നല്ല ഇഖ്ലാസോടുകൂടെ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ തടസ്സമൊന്നുമില്ല, നാട്ടിലായിരുന്നു. ആ ഒരു പ്രയാസം ആ ഒരു നാട്ടിൽ നിന്നാകുമ്പോൾ ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ സൗകര്യപ്പെട്ടോളൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 1-2 ആളുകൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 11-ാമത്തെ ആയത്ത് മുതൽ 20 വരെ നമുക്കൊന്നും കൂടി ഓതി നോക്കണം. ആയിഷ ചാലിശ്ശേരി എന്ന സഹോദരി ഉംറക്ക് പോകുന്നു, പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് അവർ ഉദ്ദേശിച്ചതിലേറെ നല്ല റാഹത്തായിട്ട് സന്തോഷത്തിലായിട്ട് നല്ല ഈമാനോടുകൂടെ തഖ്വയിലായിക്കൊണ്ട് മഖ്ബൂലും മബ്റൂറുമായ ഉംറക്ക് നിർവഹിക്കാനും അതുപോലെ തന്നെ നമുക്കും വരുന്ന ദിവസങ്ങളിലായിട്ട് മഖ്ബൂലും മബ്റൂറുമായ ഉംറയും ഹജ്ജൊക്കെ നിർവഹിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുന്ന സഹോദരിക്ക് എല്ലാവിധ ഖൈറും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വഴികളും അല്ലാഹു തആല തുറന്നു നൽകി നല്ല റാഹത്തിലായിട്ട് പോയി തിരിച്ചു വരാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗള ഷരീഫ് സിയാറത്ത് ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആയിഷ ചീക്കോട് ഉള്ള മറ്റൊരു സഹോദരിയാണ്. നേരത്തെ ആയിഷ ചാലിശ്ശേരിയാണ്, ഇപ്പോൾ പറഞ്ഞത് ആയിഷ ചീക്കോടുള്ള സഹോദരി ഇന്നറിയില്ല വീട്ടുകൂടൽ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ നല്ല റാഹത്തായിട്ട് സന്തോഷത്തോടുകൂടെ സമാധാനത്തിലായിട്ട് കഴിഞ്ഞുകൂടാൻ ഒക്കെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാം നൽകും, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു തആല കടങ്ങളൊക്കെ വീട്ടാനും അതിൻ്റെയൊക്കെ മാർഗ്ഗങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. വീട്ടിലെല്ലാം നൽകും ബറക്കത്തും ഐശ്വര്യവും റാഹത്തും സന്തോഷവും മഹബത്തും അല്ലാഹു തആല ഏറ്റി പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സുലൈഖ മണ്ണാർക്കാടുള്ള സഹോദരി ഉമ്മയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല ആ ഉമ്മയുടെ ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു തആല റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സാബിറ അവരുടെ ഉമ്മയുടെ ആണ്ടാണെന്ന് പറഞ്ഞു പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ ഉമ്മാക്കും ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ചെയ്ത എല്ലാവിധ അമാലുകളും പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ നമ്മെ അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ കോതിയതൊക്കെ അവരുടെ ഹദറത്തേക്ക് എത്താൻ വേണ്ടി നിങ്ങളൊക്കെ ഹദിയ ചെയ്യുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് പലരും ഞാനെങ്കിലും ദുആ ചെയ്യാൻ പറഞ്ഞത് വിട്ടുപോയിട്ട് ഒന്നുകൂടി ഉണർത്തണമെന്ന് അറിയിക്കുകയാണ്. ഒന്നുകൂടി ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർസിൽഹു മഅനാ പതിനൊന്നാമത്തെ ആയത്താണല്ലേ. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون أرسله معنا غدا يرتع ويلعب وإنا له لحافظون قال إني ليحزنني أن تذهبوا به فأخاف أن يأكله الذئب وأنتم عنه غافلون قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون
فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون وجاءوا أباهم عشاء يبكون قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين صدق الله العلي العظيم അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോദിയ ഖിറാഅത്ത് പരിപൂർണമായിട്ട് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയുടെ ഖബറിലേക്ക് നിനക്ക് മിസ്ല സവാബ് അല്ലാഹു തആല എത്തിച്ച് നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. വലിയ സന്തോഷമുണ്ട്. 2 ദിവസം ക്ലാസ് ഇല്ലെങ്കിലും പല ആളുകളും ആ ക്ലാസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാളെ ഇതിൻ്റെ ബാക്കി വരും. ഇന്നത്തെ ക്ലാസ് 114 115ാമത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ വരും. അതുപോലെ തന്നെ നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് അത് വേറെയും കൂടെ അൽഹംദുലില്ലാ പലരും നമ്മളെ കൂടെ ഉണ്ട്. പലരും ക്ലാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പലരും വാട്സപ്പിലൊക്കെ ആയിട്ട് എന്താ ക്ലാസ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അൽഹംദുലില്ലാ. അതൊക്കെ വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാ പലരും അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ക്ലാസ് ഓതാൻ വേണ്ടിയുള്ള ആ ഒരു താല്പര്യത്തോടു കൂടെ അല്ലാഹു തആല അതൊക്കെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസ്സുകളൊക്കെ ഉപകരിക്കുമെങ്കിൽ കൂട്ടുകാർക്ക് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രത്യേകമായിട്ട് ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിറവേറ്റി കിട്ടാൻ വേണ്ടി ഞങ്ങളൊക്കെ അകമഴിഞ്ഞ് ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്